Good morning, girls. Next, we can see what are the merits of scientific management. The benefits of scientific, അതായത് Taylor's scientific management was associated with many benefits to the industry എന്നാണ് പറയുന്നത്. The introduction of scientific management is viewed as a watershed in the history of management. It helped to safeguard the interest of all the stakeholders of the enterprise. Stakeholders എന്ന് പറയുമ്പം എല്ലാവരും പെടും. വർക്കേഴ്സ്, മാനേജ്മെൻറ്റ്, കസ്റ്റമേഴ്സ് എക്സെട്ര. ആരൊക്കെ ഉണ്ടോ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ എല്ലാവരുടെ ഇൻട്രസ്റ്റും സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ മെറിറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എഫിഷ്യൻസി ഇൻക്രീസ്ഡ് എന്നാണ് പറയുന്നത്. അതായത് മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എ വേൾഡ് ഓഫ് എഫിഷ്യൻസി ഇൻ വിച്ച് ദ ഫോക്കസ് ഇസ് അപ്പോൺ ദ ബെസ്റ്റ് മീൻസ് ടു അച്ചീവ് എ പെർട്ടിക്കുലർ എൻഡ്. അതായത് എന്തൊരു ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ബെസ്റ്റ് പോസിബിൾ വേയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടും, അങ്ങനെയുള്ളൊരു എന്താ പറയുക അപ്രോച്ചാണ് ഇന്നത്തെ ലോകത്ത്. സോ ടൈലറിസം എംബഡീസ് ദിസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ടു ഡിഫൈൻ മാനേജ്മെൻറ്റ് ടു ദ പ്രസൻറ്റ് ഡേ. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ദേ ഫോളോ എന്താ പറയുക ഏർലി വർക്കിംഗ് മെത്തേഡ്സ് ആൻഡ് കൺട്രോൾ, വേറെ മാനേജ്മെൻറ്റ് മെത്തഡോളജി ഡെവലപ്ഡ് ഫോർ ട്രെയിനിങ്, സെലക്ടിങ് ആൻഡ് സൂപ്പർവൈസിങ് ദം ഇൻ എ ക്ലോസ് മാനർ. So since scientific selection and training methods follow, it leads to a workforce that is best and it enhances productivity എന്ന് പറയുന്നത്. So efficiency is also increased with the standardization of techniques, tools, equipments and മെറ്റീരിയൽ. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്തതോട് കൂടിയിട്ട് അവിടെ എന്തുണ്ടെന്നാണ് പറയുന്നത്, എഫിഷ്യൻസി ഇൻക്രീസ്ഡ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതേപോലെ തന്നെയാണ് സെക്കൻഡ് പറയുന്നത് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ. അതായത് എന്ത് ഇതുണ്ടെങ്കിലും ശരി, ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് അലൗഡ് അൺപ്രസിഡൻറ്റ് ലെവൽസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഹാൻസ്ഡ് പ്രൊഡക്ഷൻ ആസ് ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ സ്റ്റഡി ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ബിസിനസ് ഓപ്പറേഷൻസ് എന്നാണ് പറയുന്നത്. സോ ദർ ഈസ് എ ഫ്രൂട്ട്ഫുൾ cooperation between managers and workers and enhanced teamwork achieved. അവിടെ ഒരു ഹാർമോണി ബിറ്റ്വീൻ എന്താ പറയുക വർക്കേഴ്സ് മാനേജ്മെൻറ്റും തമ്മിൽ അവിടെ ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അതേപോലെ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും എന്താ പറയുന്നത്, ദർ ഇസ് എ ഫ്രൂട്ട്ഫുൾ കോഓപ്പറേഷൻ ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് ആൻഡ് ഹെൻസ് എൻഹാൻസ്ഡ് ടീം വർക്ക് അച്ചീവ്ഡ്. അത് ഈ പറഞ്ഞ തന്നെ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് അസിസ്റ്റ് ഇൻ പ്രൊഡക്ഷൻ ഇൻ ദി ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ബെറ്റർ ഡിവിഷൻ ഓഫ് ലേബറാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ്. അതായത് ടൈലറിസം ഇംപ്ലിമെൻറ്റഡ് എ റാഡിക്കൽ സെപ്പറേഷൻ ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് ഡൂയിങ്. അതായത് പ്ലാൻ ചെയ്യുന്നത് ഒരു കൂട്ടരാണ്, വർക്കേഴ്സ് എന്താക്കുന്നു, വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ദർ ഇസ് ഡിവിഷൻ ഓഫ്, അതായത് എന്താ പറയുക പ്രോപ്പർ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് എന്താ പറയുക ടെക്നിക്സ് ഫോർ ഈച്ച് എലമെൻറ്റ് ഓഫ് മാൻസ് വർക്ക് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എന്താവുന്നതെന്ന് വെച്ചാൽ അച്ചീവ്മെൻറ്റ് ഓഫ് ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. സോ ദിസ് വാസ് ദ ഡിവിഷൻ ഓഫ് ലേബർ സെറ്റ് ഔട്ട് ഇൻ ടൈലേഴ്സ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് പറയുന്നുണ്ട്. ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പഠിച്ചല്ലോ പ്രോപ്പർ സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. സോ ടൈലേഴ്സ് പ്രിൻസിപ്പിൾ ഇൻക്ലൂഡഡ് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. ഇറ്റ് പ്രൊവൈഡഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ വർക്കേഴ്സ് ഇൻ ദിയർ കരിയർ അഡ്വാൻസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വെറുതെ ഉള്ളൊരു ട്രെയിനിങ് അല്ല കൊടുക്കുന്നത്, സയൻറ്റിഫിക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അതുകൊണ്ട് അവർക്ക് ഫ്യൂച്ചറിലും അവർ കരിയർ അഡ്വാൻസ്മെൻറ്റിനും കൂടെ ഇത് ഉപകാരപ്പെടുന്ന പറയുന്നത്. ഓക്കെ, ദെൻ കംസ് ഗുഡ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ്. വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഓക്കെ
അതായത് നിങ്ങൾക്കറിയാം ഇതിൽ എന്താ പറയുക, തിയറിയിൽ പീസ് വർക്ക് പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുക, വെർ പേയ്മെൻറ്റ് ഈസ് മോണിറ്റേർഡ് ബേസ്ഡ് ഓൺ പീസ് വർക്ക്. ഹിയർ ഇൻസെൻറ്റീവ്സ് കൺസിഡേർഡ് ടു എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രൊവൈഡ് ഹൈ വേജസ് ഫോർ എംപ്ലോയീസ്. സോ വിത്ത് ഹയർ പ്രൊഡക്ടിവിറ്റി ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ വേജസ് ഫോർ എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ പീസിനനുസരിച്ചിട്ടാണ് എത്ര ഒരു വർക്കർ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വർക്കർക്ക് കിട്ടുന്ന സാലറി അല്ല വേജസ് ആയിരിക്കില്ല ഒരു 15 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വർക്കർക്ക് കിട്ടുന്നത്. സോ ദ ഡിഫറൻഷ്യൽ ഇൻസെൻറ്റീവ് പ്ലാൻ പ്രൊവൈഡ്സ് higher wages to efficient workers. In this way the standard of living of employees made better എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വർക്കേഴ്സ് വുഡ് ബി പെയ്ഡ് ആൻഡ് മെയ്ഡ് ടു വർക്ക് അക്കോർഡിംഗ് ടു എ ഫിക്സഡ് സിസ്റ്റം. സോ ദിസ് വുഡ് ബി they would no longer be dependent upon the patronage of their leader. The next is സേഫർ വർക്ക് പ്ലേസ് എന്നാണ് പറയുന്നത്. ബൈ ഡിവൈസിങ് എ സ്റ്റാൻഡേർഡ് വേ ഓഫ് വർക്കിംഗ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കുഡ് റെഡ്യൂസ് ദ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ ദ വർക്ക് പ്ലേസ്. അതായത് വർക്ക് പ്ലേസിൽ എന്ത് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഒരു സേഫർ വർക്ക് പ്ലേസ് ആയി മാറിയിട്ടുണ്ട്. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ട്, മെഷീൻസൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള, അതുകൊണ്ട് ആക്സിഡൻറ്റ്സ് കുറയും. സോ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആണല്ലോ എല്ലാ കാര്യത്തിലും, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൂൾസ്, എക്യുപ്മെൻറ്റ്, മെറ്റീരിയൽ ആൻഡ് വർക്ക് മെത്തേഡ്സ്. അപ്പോൾ ഇതെല്ലാം എന്താക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കസ്റ്റമർ വർക്കേഴ്സ് എൻഹാൻസ്ഡ്. ദെൻ കംസ് സ്റ്റാൻഡർഡൈസേഷൻ. ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. നെക്സ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇനീഷ്യേറ്റഡ് സ്റ്റാൻഡർഡൈസേഷൻ മൂവ്മെൻറ്റ് ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. അതായത് ദിസ് എൻഷ്യൂർഡ് ഇഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ഷൻ. ദെൻ റിഡക്ഷൻ ഇൻ കോൺഫ്ലിക്റ്റ്, അതായത് ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഇഫ് അപ്ലൈഡ് പ്രോപ്പർലി ക്യാൻ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് അമംഗ് ദം. അതായത് എല്ലാ കാര്യത്തിലും അവിടെ ഒരു എന്താ പറയുക, അവർ തമ്മിലുള്ളൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പാണ് ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് റെഡ്യൂസസ് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. അവോയ്ഡ്സ് ലേബർ ആൻഡ് മാനേജ്മെൻറ്റ്. Since there is a healthy relationship and cooperation between management and laborers, hence they have a cordial and harmonious relationship with one another. So in this way industrial disputes reduce and peace in an industry achieved എന്നാണ് പറയുന്നത്. അതേപോലെ ദ മെൻ്റൽ റെവല്യൂഷൻ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, മെൻ്റൽ റെവല്യൂഷനിൽ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. It is a concept evolving by Taylor for the development of mutual trust, understanding and confidence between management and labor. The last one is optimum use of resources. Scientific management established optimum time for doing a task with no wastage. So this ensures optimum utilization of available resources. അതായത് എലിമിനേഷൻ ഓഫ് വേസ്റ്റേജസ് ആൻഡ് റേഷണലൈസേഷൻ ഓഫ് സിസ്റ്റം ഓഫ് കൺട്രോൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്തിനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്, വേസ്റ്റേജസ് വളരെ കുറവായിരിക്കും. സോ ദിസ് എൻഷ്യൂർസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫൺ അണ്ടർസ്റ്റുഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് വാല്യൂ ടു ക്യാപിറ്റലിസ്റ്റ് പ്രോഫിറ്റ് സീക്കിംഗ്. So it is an irony in the history that both Lenin and Stalin admired Taylor's work and used precisely his techniques to undertake speedy industrialization of the Soviet Union after the 1917 Russian Revolution. The next we can see what are the demerits of സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ കുറേ ഗുണങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞ്. പക്ഷേ ഇത് ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാസ് ക്രിറ്റിസൈസ്ഡ് നോട്ട് ഓൺലി ബൈ ദ വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ് ബട്ട് ഓൾസോ ബൈ സൈക്കോളജിസ്റ്റ് ആൻഡ് ദ ജനറൽ പബ്ലിക് എന്നാണ് പറയുന്നത്. സോ ദ മെയിൻ ഗ്രൗണ്ട്സ് ഓഫ് ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ ക്രിയേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആണ് പറയുക. ആദ്യം ഒറ്റ സെക്കൻഡ്, ഇതിൽ നിങ്ങളെ പോയിൻ്റ് നമ്പർ 7 പറയുന്നുണ്ട്. 7ൽ പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്നാണ് പറയുന്നത്. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് റിക്വയേഴ്സ്
മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെക്നോളജി. സോ ഇറ്റ് റിക്വയർസ് ഹ്യൂജ് ഫണ്ട്സ്. അതായത് കൂടുതൽ എങ്ങനെയാണ് ഒരു സയൻറ്റിഫിക് ട്രെയിനിങ് അങ്ങനെയുള്ളൊരു അപ്രോച്ചാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. സോ തിയറി റിക്വയേഴ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഹ്യൂജ് ക്യാപിറ്റൽ ആൻഡ് കൺസിഡേഴ്സ് ആസ് എ കോസ്റ്റ്ലി സിസ്റ്റം. അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വർക്ക് സ്റ്റഡി, പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ റിക്വയേഴ്സ് മോർ മണി. കൂടുതൽ ഫണ്ട് ആവശ്യമാണ്. അതായത് ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താവുന്നുള്ളൂ എന്നാണ് പറയുന്നത്, ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയും. സോ ഇറ്റ് റിക്വയേഴ്സ് മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെക്നോളജി. ദെൻ സെക്കൻഡ് വൺ ഇസ് ക്രിയേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷസ് ദ ഫാക്ട് ദാറ്റ് മോർ കുഡ് ബി ഡൺ വിത്ത് ഫ്യുവർ പീപ്പിൾ വിത്ത് ദ എയ്ഡ് ഓഫ് ടെക്നോളജി. ആളുകളെ എണ്ണം കുറച്ചിട്ട് മെഷീൻ, അതായത് സയൻറ്റിഫിക് വേ ഓഫ് പ്രൊഡക്ഷനാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ദിസ് വുഡ് കോസ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് തിയറി മെൻ റിപ്ലേസ്ഡ് ബൈ മെഷീൻസ് വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് കുറച്ച് വർക്കേഴ്സിന് മതി, ബാക്കി മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആളുകളെ മാത്രം മതി. മനസ്സിലായല്ലോ? ദെൻ കംസ് അഡ്വേഴ്സ് ഇഫക്റ്റിൽ വരുന്ന എക്സ്പ്ലോയിറ്റേഷൻ. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇസ് ഓഫൺ അണ്ടർസ്റ്റുഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് വാല്യൂ ടു ക്യാപിറ്റലിസ്റ്റ് പ്രോഫിറ്റ് സീക്കിംഗ്. There was no question of sharing the increased profit as a result of higher productivity with the workers. വർക്കേഴ്സിനെ കൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ അറ്റൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് മെയിൻ ഉദ്ദേശം എന്താണ്? പ്രോഫിറ്റ് സീക്കിങ്, ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് സീക്കിങ് മാത്രം. പക്ഷെ ആ കിട്ടുന്ന പ്രോഫിറ്റ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല? വർക്കേഴ്സിന് അതിൻ്റെ ഒരു വിഹിതമൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ അത് ശരിക്കും വർക്കേഴ്സിന് ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമായിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലായോ? ദെൻ ക്രിയേറ്റിവിറ്റി ഓഫ് ദ വർക്കേഴ്സ് ക്രഷ്ഡ്. അതായത് ഡിവിഷൻ ഓഫ് ലേബർ ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് ഡൂയിങ് ക്രഷ്ഡ് ദ ക്രിയേറ്റിവിറ്റി ഓഫ് വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഒരു കൂട്ടരുണ്ടാവും, പക്ഷേ വർക്ക് ചെയ്യുന്നത് അടിത്തട്ടിൽ കിടക്കുന്ന വർക്കേഴ്സാണ്. അപ്പോൾ അവിടെ എന്താ പറയുക, വർക്കേഴ്സിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ ഇതാക്കാതെ പോവുക, ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പോൾ മാനേജേഴ്സ് വുഡ് ഡിസൈഡ്, വർക്കേഴ്സ് വുഡ് ആക്ട് അക്കോർഡിംഗ്ലി. അങ്ങനെയുള്ളൊരു സിസ്റ്റം ആയതുകൊണ്ട് ദർ ഇസ് എന്താ പറയുക ക്രിയേറ്റിവിറ്റി ഓഫ് വർക്കേഴ്സ് ഇസ് ക്രഷ്ഡ് എന്നാണ് പറയുന്നത്. ദെൻ കംസ് ലെസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ടു മച്ച് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ മേക്ക് ദ വർക്ക് മെക്കാനിക്കൽ എന്നാണ് പറയുന്നത്. സോ വർക്ക് ബിക്കംസ് നോ ലോങ്ങർ എ സോഴ്സ് ഓഫ് പ്ലഷർ ഫോർ ദ വർക്ക്. അതായത് ഇത്ര ടാർഗറ്റ് വെച്ച് കൊടുക്കുക, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വർക്കറും കഷ്ടപ്പെടുക ചെയ്യുക. സോ ദിസ് ലീഡ്സ് ടു എന്താ പറയുക, ദിസ് ഇസ് എ ഡിമോട്ടിവേറ്റിംഗ് അപ്രോച്ച് എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ there is less job satisfaction. Then comes less autonomy for workers. Less autonomy for workers ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, Taylor was resisted by workers and their trade unions because there was a massive transfer of power from workers to managers. This reduced autonomy for വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പീസ് റേറ്റ് സിസ്റ്റം ആണല്ലോ ഫോളോ ചെയ്യാൻ പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ. സോ ദർ ഇസ് നോ ചാൻസ് ഫോർ എനി റിയലിസ്റ്റിക് ബാർഗെയിനിങ് റിഗാർഡിങ് ദ വേജ് റേറ്റ്. അപ്പോൾ അവർക്ക് സാലറി കൂട്ടിത്തരാനോ വേജ് റേറ്റ് കൂട്ടാനോ ഒന്നും പറയാനുള്ള അവസരം കൂടെ നഷ്ടപ്പെടുക ചെയ്യുക. അവരുടെ അടുത്ത് ഇത്ര ടാസ്ക് അല്ലെങ്കിൽ ഇത്ര ടൈം, അതിനനുസരിച്ച് ടൈം സ്റ്റഡി അല്ലെങ്കിൽ വർക്ക് സ്റ്റഡി, അതിനനുസരിച്ചിട്ടാണ് അവരുടെ വേജ് റേറ്റ് ഫിക്സ് ചെയ്യുക. സോ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, ദിസ് റെഡ്യൂസ്ഡ് ഓട്ടോണമി ഫോർ വർക്കേഴ്സ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫേംസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ടീംസ് എന്നൊക്കെ വേണേൽ പറയാം. അതായത് ഒന്നാമത് സ്മോൾ ഫേംസിന് സ്യൂട്ടബിൾ അല്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഹ്യൂജ് ക്യാപിറ്റൽ ഇസ് നീഡഡ്. അതായത് ഇങ്ങനെ ടെക്നോളജി ഒക്കെ വെച്ചിങ്ങാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഇസ് നീഡഡ് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അത് പറ്റില്ല സ്മോൾ ഫേംസിന്. അതേപോലെ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ടീംസ് എന്നാണ് പറയുന്നത്. It doesn't work fruitful for teams and groups as they have the capability to abuse and exploit human beings, which may lead to conflict. So there is no scope for individual preference with this theory എന്നാണ് പറയുന്നത്. അതേപോലെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പഠിച്ചല്ലോ നമ്മൾ, where the workers required to report to 8 bosses എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ ഇൻ ദിസ് വേ ദ യൂണിറ്റി ഓഫ് കമാൻഡ് ബ്രോക്കൺ വേർ ദ വർക്കർ നീഡ് ടു റിപ്പോർട്ട് ടു ജസ്റ്റ് വൺ ബോസ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ. ആ ഒരു സംഭവം സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ലെങ്കിൽ ദർ ഇസ് കൺഫ്യൂഷൻ, മൊത്തം കൺഫ്യൂഷനേക്കും ആരെടുത്ത് റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഓക്കെ, ദെൻ കംസ് ലോസ് ഓഫ് ഐഡൻറ്റിറ്റി. ലോസ് ഓഫ് ഐഡൻറ്റിറ്റിയിൽ പറയുന്നത് വർക്കേഴ്സിന് എന്തായിട്ട് മാത്രം കണക്കാക്കുന്നു. ദേ ആർ റിഗാർഡഡ് ആസ് മിയർ കോമ്പണൻസ് ഇൻ ദി ഓർഗനൈസേഷണൽ മെഷീൻ. ദിസ് കോസസ് ലോസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് കോൺഫിഡൻസ് എമംഗ് വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയേഴ്സ് ഗെയിൻ കൺട്രോൾ ഓവർ ദ വർക്കേഴ്സ്. ദിസ് ആക്ടിവിറ്റി മേക്സ് വർക്ക് മെക്കാനിസ്റ്റിക് ആൻഡ് ട്രീറ്റ്സ് വർക്കേഴ്സ് ലൈക്ക് മെഷീൻ. Okay, so the theory focus on efficiency, where workers viewed as robots to speed up work. So the workers lose skill level and autonomy work level. They aren't beneficial for state of the art working conditions. അതായത് ചുരുക്കി പറഞ്ഞാൽ വെറുതെ ഒരു എന്താ പറയുക, റോബോട്ടിനെ പോലെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ വർക്കേഴ്സ്. അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഇല്ല, അവരുടെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റാതെ ജസ്റ്റ് മെഷീൻസിനെ പോലെ ആക്ട് ചെയ്യുക മാത്രം ചെയ്യും. ലാസ്റ്റ് പോയിൻറ്റ്, നോട്ട് ലാസ്റ്റ് വൺ, അൺഡെമോക്രാറ്റിക്. അൺഡെമോക്രാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വർക്കേഴ്സ് വെർ ഫോഴ്സ് ടു ഒബേ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ മാനേജർ വിത്തൗട്ട് ആസ്കിങ് എനി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ദ അതോറിറ്റേറിയൻ നേച്ചർ ഓഫ് ദ മാനേജേഴ്സ് മേഡ് ദ സിസ്റ്റം അൺഡെമോക്രാറ്റിക്. അതായത് എല്ലാവരുടെ ഒപ്പീനിയനും കൂടെ എടുത്തിട്ടല്ലല്ലോ ചെയ്യുന്നത്. വർക്കേഴ്സിൻ്റെയും മാനേജ്മെൻറ്റും എല്ലാവരും കൂടെ ഉള്ളൊരു ഇതെടുക്കുന്നില്ല. മാനേജർ എന്ത് പറയുന്നു അത് അതേപോലെ അനുസരിക്കുക എന്നുള്ളതാണ് വർക്കേഴ്സിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഈ എന്താ പറയുക, ഇങ്ങനെയുള്ള എന്താ പറയുക, ഈ ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈൽ അവിടെ നടക്കുന്നില്ല. ആ ഒരു അപ്രോച്ച് അല്ല അവിടെ വരുന്നത്. അപ്പോൾ ഓവർ ബ്യൂറോക്രാറ്റിക് ആക്ടിവിറ്റി മേ ബി എ മേജർ ഡിസഡ്വാൻറ്റേജ് എന്നാണ് പറയുന്നത്. ഈ ബ്യൂറോക്രാറ്റിക് ആൻഡ് സ്ട്രിക്റ്റ് ഓർഗനൈസേഷൻ മേ മേക്ക് ദ എംപ്ലോയീസ് ഫീൽ ഡിസ്സാറ്റിസ്ഫൈഡ് ആൻഡ് ദിസ് മേ ലീഡ് ടു ഹൈ സ്റ്റാഫ് ടേൺ ഓവർ റേറ്റ്സ് ആൻഡ് മേ എഫക്റ്റ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇങ്ങനെ ലേബർ ടേൺ ഓവർ സംഭവിക്കും. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വർക്കേഴ്സ് കൊഴിഞ്ഞു പോകാൻ തുടങ്ങും ഓർഗനൈസേഷന്. അപ്പോൾ ന്യൂ സ്റ്റാഫ് മസ്റ്റ് ബി ട്രെയിൻ ടു അഡോപ്റ്റ് new changes in the sector, which leads to a wastage of productivity time. Okay, then exploitative system of wage payment. നമ്മളൊരു പ്രാവശ്യം നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പീസ് റേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ടൈലർ ബിലീവ് ദാറ്റ് ദിസ് സിസ്റ്റം എംപഡീഡ് ആൻഡ് impersonal fairness, the fairness of a fair day's wage for a fair day's work. But critics says that for tailors, a fair day's work meant the maximum amount of work a person could do, and fair day's pay meant the minimum amount that could be paid to the വർക്കർ. അതായത് ഒരിക്കലും ആ ഒരു എന്താ പറയുക, വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തല്ല എന്നാണ് പറയുന്നത്, എംപ്ലോയീസിന് ഒരിക്കലും ബെനിഫിഷ്യൽ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക ഫെയർ ഡേയ്സ് വർക്ക് അപ്രോച്ച് അനുസരിച്ചിട്ട് ചിലത് എന്താ പറയുക, ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുക സ്യൂട്ടബിൾ ഫോർ വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. ദെൻ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് പറയുന്നുണ്ട് ലാസ്റ്റ് പോയിൻറ്റിൽ. ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ചിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ടൈലർ ട്രീറ്റഡ് വർക്കേഴ്സ് ആസ് ബീങ് മോട്ടിവേറ്റഡ് ഇൻ എ വെരി സിമ്പിൾ വേ. അതായത് എന്താ പറയുക, പീസ് റേറ്റ് സിസ്റ്റം, അതായത് കൂടുതൽ പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് വേജ് റേറ്റ് കൂട്ടുന്നു. ആ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്താണെന്നുള്ളത്. ക്യാരറ്റ് ആ ഒരു തിയറി ഉണ്ട് മാനേജ്മെൻറ്റിൽ. അതായത് രണ്ട് തരത്തിൽ ചെയ്യാം ഒരു വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ മുയലിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ് കാണിച്ച് കൊടുത്തിട്ട് വയ്യാലെ വരുത്തി ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്, നേരെ മറിച്ച് വടിയെടുത്ത് അടിച്ച് പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്കിൽ അതായത് പെയിൻ ആൻഡ് പ്ലഷർ, ദർ വെർ ടാർഗറ്റ് എക്സീഡ് ദം ആൻഡ് ഗെയിൻ എ ബോണസ്. ഇഫ് ഹി ഫെയിൽസ് ടു മീറ്റ് ദം ഹി വിൽ ഗെറ്റ് എ ഫൈൻ. ആ ഒരു രീതിയിലുള്ള ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ചാണ് ഇവിടെ നടത്തുന്നത്. അപ്പം ഇതും ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് പറയുന്നത്, ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഓൾദോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാസ്
contested, it is spread to all parts of the industrialized world എന്നാണ് പറയുന്നത്. Even now it is possible to find organizations all over the world following Taylor's principles. അപ്പോൾ ഇത്രയും ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ടൈലേഴ്സ് പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് all over the world. Taylor is seen as a pioneer in the emergence of modern management. ഓക്കെ, അപ്പോൾ നാളെ നമുക്കിനി ഹെൻറി ഫയോണിൻ്റെ കോൺട്രിബ്യൂഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇത്ര പഠിച്ചു വെക്കുക. ഓക്കെ.